പൊളിറ്റിക്കൽ ക്രിമിനലിസം രാഷ്ട്രീയത്തെ അടക്കി വാഴുകയാണ്. ക്രിമിനൽ ടെൻഡൻസി ഉള്ളവർ പാർട്ടികൾ കടന്നുകൂടിയിട്ട് ക്രിമിനൽ ടെൻഡൻസി ഉള്ള നേതാക്കന്മാരുടെ സഹായത്തോടെ അടക്കി വാഴുകയാണ് പഞ്ചായത്തുകളും നഗരസഭകളും അതുപോലെ തന്നെ ജില്ലകളുമൊക്കെ. അതിൻ്റെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള ക്രിമിനലൈസേഷൻ നടക്കുന്ന ആലപ്പുഴ ജില്ലയിലാണ്. ഡീറ്റെയിൽസ് ഒന്നും ഞാനിവിടെ പറയുന്നില്ല. ഇതിലേക്കാണ് കിടക്കുന്നത്. എന്ത് ആത്മാർത്ഥത, എന്ത് കാര്യം പറ. വേറൊരു പാർട്ടിയിൽ ഒരാൾ സ്ഥാനാർത്ഥിയാകാതിരിക്കാൻ, തൻ്റെ എതിരായ പാർട്ടിയിലാണ് ആകാതിരിക്കാൻ ബിഷപ്പിനെ കൊണ്ട് ആ പാർട്ടിയിലെ അവരുടെ സഹോദരനെ കൊണ്ട് ഇവർ മത്സരിക്കേണ്ട എന്ന് പറയിപ്പിക്കുന്ന രാഷ്ട്രീയം വന്നിരിക്കുകയാണ്. അത് വന്നിരിക്കുകയാണ്. കാരണം ഈ പറയിപ്പിക്കുന്ന ആളിൻ്റെ മണ്ഡലത്തിൽ അവർ മത്സരിച്ചാൽ അവരങ്ങ് ജയിക്കും, ഇയാളങ്ങ് നോക്കും. അവിടെ അവർ മത്സരിക്കാൻ പാടില്ല. സഹോദരന് സീറ്റ് കൊടുത്ത അദ്ദേഹത്തിൻ്റെ പാർട്ടി, അത് മതി. അപ്പം ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ, തെറ്റായ ബന്ധങ്ങൾ സാധാരണക്കാർ ഇതുപോലെ അറിയുന്നോ? ഇതൊക്കെ നടത്താണ് പൊളിറ്റിക്കൽ ക്രിമിനലിസം. രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തണൽ ക്രിമിനൽ കുറ്റമാണ്. എന്നിട്ട് എതിരാളിയുടെ തന്തയ്ക്ക് വിളിക്കുക. 10-70 വർഷം ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചാലും ഇന്നലെ വന്ന കള്ളുകൂടിയനായ ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് തന്തയ്ക്ക് വിളിക്കുക ഫേസ്ബുക്കിലൂടെ. എന്നിട്ട് നേതാവിൻ്റെ കൂടെ അടുത്ത ദിവസം ഇയാളെ കാണാം. ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കേരളത്തിൽ. നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ മാറണമെങ്കിൽ നല്ല പബ്ലിക് അവയർനെസ്. ഒരുപക്ഷെ പിന്നീട് പേര് പറഞ്ഞാൽ പറയേണ്ടി വരും. അവിടെ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ അവസാനിപ്പിക്കണം. ഇവരൊന്നും ഒന്നും അല്ലാതാവണം ഇവിടെ. ഇപ്പം ഞാനോ രമേശ് ചെന്നിത്തല എവിടെ ഇരിക്കുന്നവർ ഒരാളും പൊളിറ്റിക്കൽ ക്രിമിനലുകളെ കൊണ്ട് നടന്നിട്ടില്ല. അവരെ കൊണ്ടൊരു കാര്യവും സാധിച്ചിട്ടില്ല. അവരുമായിട്ട് അകന്നു നിൽക്കുകയും ചെയ്യുള്ളൂ. കാരണം അപകടകരമായൊരു കാര്യമാണിത്. അപ്പോൾ രാഷ്ട്രീയത്തിൽ യഥാർത്ഥത്തിൽ സന്മാർഗമില്ലാതായിരിക്കുന്നു. ധർമ്മത്തിൽ കൂടി ചരിക്കണമെന്നും സത്യത്തിൽ കൂടി ചരിക്കണമെന്നും സംഘബലമായി ചരിക്കണമെന്നും ശ്രീമുത്തം പറഞ്ഞു.